ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്, അവിടുത്തെ കാഴ്ചകൾ കാണാം. ഓക്കെ, ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വാഗമണിൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വാഗമണിൽ മൊട്ടക്കുന്ന് എന്നൊക്കെ പറയില്ലേ, അതുവഴിയാണ് പോകേണ്ടത്. പക്ഷേ അവിടെ റോഡ് ക്ലിയർ ചെയ്യുന്നത് കൊണ്ട് ഈ റൂട്ടെയാണ് കേട്ടോ തിരിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ മെയിൻ റോഡിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് പോകാൻ. പിന്നെ അതാ ഈ ഇടതുവശത്ത് കാണുന്നില്ലേ, ഇത് പഴയ ലയങ്ങളാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഒരു പ്രേതാലയം പോലെയൊക്കെ തോന്നും, പക്ഷേ ഭയപ്പെടാനില്ല. പിന്നെ അതാ ഇതുവഴിയെ നേരെ കുറച്ച് ദൂരം പോകണം കേട്ടോ. എന്തായാലും റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല ഡ്രൈവിങ് ചെയ്യാൻ. പിന്നെ ഇതാ ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. വീടുകളൊക്കെ കുറേ അധികം കാണാം, അതാ കണ്ടില്ലേ. പിന്നെ ഇതാ ഒരു ചെറിയ ട്രാഫിക്, പക്ഷേ ട്രാഫിക് എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അതല്ല. പിന്നെ നമ്മൾ ഈ റോഡിൽ പോകുന്നതിനും പിന്നെ നമ്മുടെ വാഹനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു ടിക്കറ്റാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങേണ്ടത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇന്ന് വരേക്കും എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇനിയും അങ്ങോട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര രൂപയാണ് എന്നുള്ളത് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, വരുമ്പോൾ ചോദിക്കാം. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇതെന്തിന്റെ ടിക്കറ്റ് ആണെന്നുള്ളത് കൂടെ ഒന്ന് പറയാമോ? ഇത് അങ്ങോട്ട് റോട്ടിൽ പോകാൻ വേണ്ടി, ഈ റൂട്ടിൽ പോകാനുള്ള ടിക്കറ്റ് ആണ് കേട്ടോ ഗൈസ്. 30 രൂപ, പിന്നെ 80, 110 രൂപ, വണ്ടി അടക്കം 110 രൂപയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അങ്ങോട്ട് പോകാം. വണ്ടി ഇടുന്ന റോട്ടിൽ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. പിന്നെ ചുറ്റിലും കാടാണ് കാണാൻ കഴിയുന്നത്, കാട്. പിന്നെ ഇനി കുറച്ച് ദൂരം കൂടെ പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താന്നുള്ളത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്നത്. പിന്നെ ഈ റൂട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ഇങ്ങോട്ട് പോകുമ്പോൾ വേറെ കുഴപ്പമില്ല. എന്തായാലും ഒരു കുന്ന് പോലെയാണ് തോന്നുന്നത്, ഒരു കുന്ന് കയറി പോകും പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ പറയും പോലെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കാലാവസ്ഥയല്ല, മഞ്ഞ് തന്നെയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞാണ് കാണാൻ കഴിയുന്നത്. മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടി കിടക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകും തോറും കണ്ടോ, ഫ്രണ്ടിലോട്ട് പോകും തോറും മഞ്ഞ് തന്നെയാണ് കേട്ടോ, മഞ്ഞ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ മഴയില്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം മഞ്ഞ് കൂടുതലായിട്ട് ഇങ്ങനെ കാണുന്നത്. പിന്നെ നല്ല മൂടൽ മഞ്ഞാണ് കേട്ടോ, നല്ല മൂടൽ മഞ്ഞാണ്. നമുക്ക് ഫ്രണ്ടിൽ വേറെ വാഹനങ്ങൾ വന്നാൽ പോലും ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല, അത്രയും മഞ്ഞാണ് കേട്ടോ. ദൂരെട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല, ദൂരെ കാഴ്ചകളൊന്നും കൂടുതലായിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും ചുറ്റുവട്ടത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റാത്തത്. കാരണം വേനൽക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എന്നുള്ളത് ചുറ്റിലും കാണാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതനുസരിച്ച് നമുക്ക് പിന്നെ ഡ്രൈവിങ് ചെയ്ത് മുമ്പോട്ട് പോകാം കേട്ടോ. പക്ഷേ നമ്മൾ ഒരു റോഡ് മാത്രം ഇങ്ങനെ നോക്കിയാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും മഞ്ഞ് അടിപൊളിയാണ് കേട്ടോ.
പരസ്പരം ആരെയും കാണാൻ പറ്റുന്നു. അതാ വണ്ടി ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. തന്നെയായിരിക്കാമെന്ന് തോന്നുന്നു. മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുന്നു. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ അതാ മഞ്ഞ് നമുക്ക് കാറിനകത്തേക്ക് ഇങ്ങനെ കേറി വരികയാണ് കേട്ടോ ഗൈസ്. മഞ്ഞ് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഫാമിലീസാണ് കൂടുതലായിട്ടും കാണാൻ പറ്റിയത്. നല്ല തിരക്കാണ്. പിന്നെ ഈ ജീപ്പിലൊക്കെ വന്നിട്ടുള്ളവർ കൂടുതലായിട്ടും ഈ ഓഫ് റോഡ് യാത്രയൊക്കെ ചെയ്തിട്ട് വരുന്നവരൊക്കെയാണ് കേട്ടോ. കൂടുതലായിട്ട് ഫാമിലീസാണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മുടെ മലയാളീസ് മാത്രമല്ല, അല്ലാതെയും നാട്ടിലുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. നല്ല തിരക്കാണേ. ഇവിടെ നിന്ന് മഞ്ഞൊക്കെ കണ്ട് ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. നല്ല കോടമഞ്ഞാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അടുത്തിരിക്കുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റൂല, അങ്ങനെയാണ് കേട്ടോ, അത്രയും നല്ല മഞ്ഞാണ്. അവിടെ ഒരു ചാക്ക് കെട്ടിക്കൊണ്ടിട്ട് ഈ മഞ്ഞിലൂടെ കാണാൻ പറ്റില്ല. എന്ത് കാണുന്നുണ്ട്? റോഡൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇങ്ങനെ പോണം. പിന്നെ അതാ ഈ പച്ചപ്പ് റോഡിൻ്റെ ഇരുവശത്തായിട്ട് കാണുന്നില്ലേ? ഇത് നമ്മളിങ്ങനെ അടുത്തിങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റുന്നതേ ഉള്ളൂ, ദൂരെ ഒന്നും കാണുന്നില്ല. ഈ മഞ്ഞ് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ഭയമാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കിങ്ങനെ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് കേട്ടോ. മുൻപോട്ട് പോകും തോറും ഒന്നും കാണാൻ കഴിയുന്നില്ല. മൊത്തം മഞ്ഞാണ് കേട്ടോ, നമുക്ക് റോഡ് പോലും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല മഞ്ഞാണ് ഗൈസ്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ മഞ്ഞിലൂടെയുള്ള യാത്ര കേട്ടോ. ഇങ്ങനെ കോടമഞ്ഞിലൂടെ ഇങ്ങനെ വാഹനത്തിൽ പോകുന്ന ഫസ്റ്റ് ടൈം. നേരത്തെ പോയ ജീപ്പിനെ കാണാൻ. മഞ്ഞിലൂടെ ഇങ്ങനെ സാഹസികമായിട്ട് പോവുകയാണ്. നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ കാറൊക്കെ ഇതാ നിർത്തി വിട്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണെന്നാണ് തോന്നുന്നത് ഫ്ലവർ ഗാർഡൻ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതും കൂടെ ഇല്ലെങ്കിൽ ഓക്കെ. ഇതാ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് വാഹനം ഒന്ന് നേരെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങും. അപ്പോൾ നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ അടുത്തോട്ട് ഇതാ ഇങ്ങനെ മഞ്ഞ് വരികയാണ്. കണ്ടില്ലേ? പുക പോലെ ഇങ്ങനെ വരികയാണ് കേട്ടോ അകത്തോട്ട്. അടിപൊളി. ഇതാ മഞ്ഞിങ്ങനെ വരിക. നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ തൊട്ട് കടകോടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ മഞ്ഞ്. നല്ല തിരക്കാണ് കേട്ടോ. എങ്കിലും ഹലോ ഗൈസ്, നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് ഈ മഞ്ഞിലൊന്നും കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ, നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്കിതാ ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങിയാലേ നമുക്ക് കൂടുതലായിട്ട് കാഴ്ചകൾ കാണാനും അറിയാനും ഒക്കെ പറ്റുള്ളൂ. എന്തായാലും ഇത്രയും മഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്രയും മഞ്ഞ് ഇങ്ങനെ കാണുന്നതും. ആഹാ, അടിപൊളി കേട്ടോ, അടിപൊളി. ഇങ്ങനെ നോക്കുമ്പോൾ കാണാം പുക പോലെ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാം കേട്ടോ. മഞ്ഞ് അടിപൊളി. സൂപ്പർ. ഓക്കെ. വട ചായ എന്ന് വിളിക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല കട. ചായക്കട ഞങ്ങൾക്ക് കാണാൻ പറ്റും.
ഷൂ ഇടണ ചേട്ടാ, ഷൂ ഇടണ ബാ ഇറങ്ങും. അതല്ലേ ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞാണ്, നമുക്ക് കോടമഞ്ഞ് കയറി കിടക്കുകയാണ്. എന്തായാലും വ്യൂസ് കിട്ടുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഇടയ്ക്ക് മാറുന്നുണ്ട്. ഒരു കാറ്റ് വീശിയാൽ മാറും, അതുകൊണ്ട് നോക്കാം. മഞ്ഞ് കണ്ടെങ്കിൽ നമുക്ക് ആസ്വദിക്കാം. മഞ്ഞ് കണ്ട് ആസ്വദിച്ച് പോവുകയാണ് ഗൈസ്, കണ്ടില്ലേ? നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും അറിയാൻ പറ്റില്ല. മഞ്ഞ് മഴ പോലെ വരും. ഇതൊക്കെ അനുഭവിക്കും, എന്ത് ചെയ്യാൻ പറ്റും? മഞ്ഞ് മഴ പോലെ പൊഴിക്കുക. ആ തൊപ്പിയിട്ടോ രണ്ടുപേരും, തൊപ്പിയിട്ടോ, ജലദോഷം പിടിക്കും. വച്ചു പോണേ, ജലദോഷം പിടിച്ചോട്ടും പോകാൻ പറ്റില്ല. നീ ഇട്. പ്രൈവറ്റ് വണ്ടിയൊക്കെ അവിടെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഇവര് ഓഫ് റോഡ് വണ്ടി മാത്രം മുകളിൽ ഇടുന്നുണ്ട്. പറ്റിയിട്ട് വിളിക്കുന്നു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രയാണ് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വരുന്നത്. കാരണം മഴയായത് കാരണം ഇവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പ്ലാൻ ചെയ്ത് പോയപ്പോഴാണ് ഇതേപോലെ അറിഞ്ഞത് ഇവിടെ ഇന്ന് ഓപ്പൺ ചെയ്തു എന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒട്ടും താമസിക്കാതെ ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചു. പിന്നെ അതാ ഇവിടെ അഡ്വഞ്ചർ സോണാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ 11 മണിയൊക്കെ ആയി കേട്ടോ. ഈ ടൈമിൽ ഇത്രത്തോളം അങ്ങനെ മഞ്ഞ് മൂടിക്കെട്ടിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. പിന്നെ നമുക്ക് കൂടുതൽ വ്യൂസ് കാണാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. അത് നമുക്ക് ഇനി നല്ല വേറെ വെയിലൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റിൽ വന്നിട്ട് ഇവിടുത്തെ വ്യൂസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ എല്ലാ ക്ലൈമറ്റിലും നമ്മൾ വരണം. ഇവിടുത്തെ ഇപ്പോൾ ഞങ്ങൾക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലൈമറ്റിൽ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് കൂടുതലായിട്ട് അറിയാൻ പറ്റിയത്. കാരണം മഴയും കാറ്റും ഉണ്ടെങ്കിൽ ഈ മഞ്ഞെല്ലാം പോകുമായിരുന്നു കേട്ടോ, ഒന്നും തന്നെ കാണത്തില്ലായിരുന്നു. ഇത് കൂടുതലും മഴയും കാറ്റും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം മഞ്ഞ് കൂടുതലായിട്ട് കാണുന്നത്. അവിടെ സൗണ്ട് കേൾക്കുന്ന ആൾക്കാർ കാണോ? ഇല്ല, അവിടെ ഉണ്ട് സംഭവം, നമുക്ക് കാണാൻ പറ്റാത്ത താഴോട്ടൊക്കെ ഇല്ല. നിനക്ക് എന്തോ കാണുന്നുണ്ടോ? എനിക്ക് ഗ്ലാസ് വയ്ക്കുമ്പോൾ കാണുന്നുണ്ട്, നിനക്ക് കാണുന്നില്ല? ഇല്ല, ഈ ഗ്ലാസ് വയ്ക്ക് വെച്ച് നോക്ക്, കാണുന്നുണ്ടോ എന്തെങ്കിലും? അതാണ് അകത്ത് കൈ വയ്ക്കല്ലേ? അതെ, ഇവിടെ പൈസ ഇട്ട് വാങ്ങിക്കണം ഗ്ലാസ്. ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ തലയിൽ മഞ്ഞ് പൊഴിയാണ്. മഞ്ഞ് പൊഴി സിജ ഡാൻസ് കളിച്ചാണോ? അവിടെ എല്ലാവരും സൗണ്ട് കേൾക്കുന്നു, ഇങ്ങോട്ടാന്നല്ല. മറ്റേ ഇത് കേബിൾ കാർ പോലെ. എന്താണെന്ന് അറിയില്ല കേട്ടോ അതൊക്കെ. ഊഞ്ഞാല്
ഊഞ്ഞാലും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് മഞ്ഞ് മൂടിയൊക്കെ ഇരിക്കുന്നുണ്ട്. പോയത് തന്നെ കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ആ അതായത് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ളവരും ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ, പേടിക്കുന്നവർക്കില്ല. മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പൊ നമുക്കത് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ കാണാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക്. മറ്റേ സൈക്കിൾ പോലെ അല്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? അതാ വരുന്നുണ്ട്, അതാ വരണ്ട. നീ ഒരു മിനിറ്റ്. ആ സൈക്കിൾ ഇങ്ങനെ കോടമാഞ്ഞ് ഓക്കെ ഇതാ വരുന്നുണ്ട് കേട്ടാ ഗൈസ്. സൈക്കിള് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ധൈര്യമുള്ളവർക്കേ കയറാൻ പറ്റുള്ളൂ കേട്ടാ. നമ്മളെപ്പോലെ പേടിക്കുന്നവർക്കൊന്നും അത് പറ്റില്ല ഗൈസ്. കണ്ടില്ല, ഇതാണ് സംഭവം. പക്ഷെ ഈ മഞ്ഞിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സംഭവം. അതാ ഇനി ഞങ്ങൾ അങ്ങോട്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. നിന്നെ ഒറ്റയ്ക്ക് വിടട്ടാ. ഇതാ കോടമഞ്ഞ് ഇത്തിരി മാറുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആ നമ്മൾ പോകുന്ന ദിശയിലേക്ക് ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ പോയി പോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അതാ ട്രെയിനുണ്ട്. പാം 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 പാം. ട്രെയിനുണ്ട് കേട്ടോ. ട്രെയിനിൽ യാത്ര ചെയ്യാം. ഓക്കെ, കണ്ട സുജാർജ ട്രെയിൻ കണ്ട? അതൊക്കെ ഉണ്ട്. ആ ഇവിടെയും പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഗൈസ്. മഞ്ഞ് മാറുന്നുണ്ട് കേട്ടോ. അവർ അടുത്ത് ഒരാൾ സൈക്കിൾ ഇങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് ദൂരേ ഉള്ളത്, അവിടെ നിന്ന് അതുവരെ ഉള്ളു കേട്ടോ. പോയിട്ടൊന്ന് 3D തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, മസാജ് ചെയ്യാറ് ചേട്ടാ. പിന്നെ ഇതാ ബുക്കിംഗ് ഓഫീസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഐസ്ക്രീം പാർലർ. ഇവിടെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, ടിക്കറ്റ് യെസ് യെസ് ഓക്കെ പോകാം. എങ്ങോട്ടാണ് ക്ലാസ്? എങ്ങോട്ടാ? എങ്ങോട്ട്? ഓക്കെ ഓക്കെ, വരുമ്പോ നോക്കാം. വരുമ്പോ ഇതൊക്കെ ഉണ്ടോ ഓഫർ? അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. പിന്നെ നല്ല മഴയാണെങ്കിൽ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ ആരെയും കടത്തി വിടത്തില്ല. പിന്നെ ഉച്ചവരെ ചിലപ്പോൾ കാണും എന്ന് പറഞ്ഞത് കേട്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒട്ടും സമയം വൈകാതെ ഞങ്ങൾ ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി കേട്ടോ. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ മാത്രമേ ഗ്ലാസ് ബ്രിഡ്ജിൽ കടത്തി വിടത്തുള്ളൂ. മഞ്ഞ് മഴ പോലെ പൊഴിയേ ഇപ്പൊ വന്നിട്ട്. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോയാണ്. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ കുട്ടികളൊക്കെ ആയതുകൊണ്ട് പിന്നെ കുട്ടികളുള്ളതുകൊണ്ടാണ്. പിന്നെ കുട്ടികൾക്കുള്ള കിഡ്സ് പ്ലേ വേറെ ലെവലാണ്, അവിടെ പോകും.
ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ. പൊയ്ക്കോ പൊയ്ക്കോ, ഇറങ്ങിക്കോ, പോ മോനെ. ഇത് തന്നെ ക്ലാസ് കണ്ടില്ല, താഴോട്ട് ക്ലാസ് പോകുന്ന വഴിയാ മോനെ. എന്തായാലും ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് സൈഡ് എന്നിട്ട് സൈഡ്. കുളമൊക്കെ ഉണ്ട്. സൈക്ലിംഗ് പോവുകയാണ്. വേഗം വേഗം വാ. അങ്ങനെ ഞങ്ങൾ ഫുൾ മഞ്ഞ്. ഈ ഫീൽ എവിടെയും കിട്ടും, വേറെ എവിടത്തും കിടത്തില്ല. ഓക്കെ, അവിടെ ചെറിയൊരു ഹോം സ്റ്റേ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ല. Then guys, glass bridge. അങ്ങോട്ട് കയറി, അകത്ത് കയറി. സീനായിട്ട് കിട്ടൂല. ഇത് ഇതിനകത്ത് കയറി. ചെരുപ്പിടാൻ പാടില്ല. അപ്പൊ നമ്മളിവിടെ എല്ലാം ഊരി വെച്ചിട്ടാണ് പോകേണ്ടത്. ഷോക്സ് ഇട്ടാ കുഴപ്പമില്ല. ഷോക്സ് ഇടാ. ഇല്ല, ഷോക്സ് ഇടാ. ചിലന്തി വേലയിൽ മഞ്ഞ് വീണ് ഇതാ ഭംഗിയായിട്ടില്ലേ. ഇതെവിടെ കാണാൻ കിട്ടും? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തുടച്ചു 5 മിനിറ്റ്. 5 മിനിറ്റ് ഓടക്കൂടാതെ ചാടക്കൂടാതെ. ഇങ്ങനെ കൊച്ചിനെ എടുക്കരുത്. ഓടാനേ ചാടാൻ പൈപ്പ് പിടിച്ചിറക്കും. നമ്മളുടെ ഇടുക്കി ജില്ലയിലെ വാഗമണിലെ ക്ലാസ് ബ്രിഡ്ജ്. വാ വാ
അതാ രണ്ടുപേരും പേടിച്ച് പേടിച്ച് വരുന്നു. മഴയും മഞ്ഞും ഇപ്പൊ കാണാം ഇതായിട്ട് കാണാം. നല്ല ഹൈറ്റാണ്. നമുക്കിത് പക്ഷേ കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങോട്ട് ആദ്യത്തെ നടന്നു വരും. നമുക്ക് താഴത്തെ കാഴ്ചകൾ കാണാം. വെള്ളച്ചാട്ടം പോകുന്നുണ്ടോ താഴെ? താഴെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ, കാണാൻ പറ്റും. നമ്മൾ പിന്നെ ഞാൻ താഴോട്ട് കൂടുതൽ നോക്കുന്നില്ല. നമ്മൾ പോകേണ്ട നേർവഴി നോക്കിക്കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആദ്യം വന്ന അവിടെ തിരക്കായി. നേരെ നോക്കി നടക്കും, നേരെ നോക്കി നടക്കും. മഴ പെയ്തപ്പോ ഒരു കാറ്റ് വന്നാൽ മഞ്ഞ് പോവുക. അതന്നെ ആനക്കല്ലേ ചാടല്ലേ ശേഖര് ഉണ്ടായി കാറ്റ് വീശുന്നുണ്ട്. എങ്ങോട്ടോ ഷേക്കാവുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് മഞ്ഞ് മാറുന്നതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങള്. മഴ ഉറയ്ക്കുന്നു ഗൈസ്. അനങ്ങല്ലേ മോനെ? ഞാൻ ഇതിലെടുക്കുന്ന ഫോട്ടോ കുഴപ്പമില്ല. പാപ്പോ ഇങ്ങോട്ട് നോക്ക്. ഫോട്ടോ എടുക്കാൻ പെട്ടെന്ന് വാ. മഴ ഉറയ്ക്കുന്നു. മഴ ഉറയ്ക്കുന്നു. ഹലോ ഗൈസ്, മഴ ഉറയ്ക്കുന്നു. ഹായ് ഗൈസ്. പിന്നെ മഞ്ഞും മഴയും ഒക്കെ ഉള്ള ഈ ടൈമിൽ ഇവിടെ വരുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടില്ല. ഇനി അടുത്ത് നല്ല വ്യൂസ് കാണാൻ പറ്റിയ ക്ലൈമറ്റിൽ വരുന്നതായിരിക്കും ഉറപ്പ്. ഞങ്ങൾക്ക് മഞ്ഞും കിട്ടി മഴയും കിട്ടി നല്ല കാണാനുള്ള വ്യൂസും കിട്ടി. അടിപൊളിയാണ് കേട്ടോ. ഗ്ലാസ് പൊട്ടിയാടുന്നു. സിജ പേടിച്ചു. സിജ നോക്കട്ടെ. സിജ പേടിച്ചു. ഗ്ലാസ് പൊട്ടി. അടിപൊളിയാണ്. ഈ മഴയും കാറ്റും ഒക്കെ കുറച്ച് കാണാൻ കേട്ടോ അങ്ങോട്ട് താഴോട്ട്. ഇങ്ങനെ ഇരിക്കലാണ് നല്ലത്. കൂടുതൽ പേടി തോന്നൂല. മഞ്ഞെല്ലാം പോയി കഴിഞ്ഞാൽ ഒത്തിരി പേടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇടുക്കി ജില്ലയിലെ വാഗമണിൽ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിരിക്കുകയാണ് ഗൈസ്. ഒരു രക്ഷയില്ല എക്സ്പീരിയൻസ്. അടുത്ത ക്ലൈമറ്റിൽ നമുക്ക് ഉറപ്പായിട്ട് വരണം കേട്ടോ. ഓക്കെ ഈ ഏറ്റവും വരെ ഒന്ന് പോകും. ഈ ഏറ്റവും ഒന്ന് കറങ്ങിട്ട് വന്നേ എല്ലാവരും. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് നീ പോ കറങ്ങി അങ്ങനെ കറങ്ങി താഴെ നോക്കല്ലേ മോനെ, പേടി വരും. ഓക്കെ ഞാൻ പോകുന്നു കഴിഞ്ഞു. താങ്ക് യു. വന്നേ തപ്പിത്തെറിക്കുമ്പോ അമ്മയുടെ സിജ എവിടെ? സിജ നോക്ക് മോനെ. വാ കണ്ടില്ലേ, ഇങ്ങോട്ട് പോണില്ലേ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ് കേട്ടാ.
ഓരോ സെക്ഷനായിട്ടാണ് വിടുന്നത്. അപ്പോൾ അതാ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ട് ഞങ്ങളിതാ തിരിച്ച് മടങ്ങുന്നുണ്ട്. ചെറുതായിട്ട് കാറ്റൊക്കെ ഉണ്ട്. ഇതാ മഴ തോർന്നു കേട്ടോ, മഴ തോർന്നു. പക്ഷെ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ ക്ലൈമറ്റിൽ വരണം. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ ക്ലോസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ്, നല്ല മഴയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇതൊരു നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്കിത് ഒരിക്കലും തിരിച്ച് കിട്ടത്തില്ല ഇതേപോലത്തെ ഒന്ന്. ഇനി വേനൽക്കാലത്ത് ഉറപ്പായിട്ട് വന്ന് ഇതേപോലെ കണ്ട് എൻജോയ് ചെയ്യുന്ന വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ഋജമോൻ അത് അങ്ങനെ നടന്നില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ മോനെ? അടിപൊളി, ആഹാ സൂപ്പർ. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ കണ്ടിട്ട് ഇതാ തിരിച്ചങ്ങോട്ട് പോവുകയാണേ. അതാ ചേട്ടാ ഇതാ നമ്മളിനി തിരിച്ചു പോയാണ്. ഒരു ഫോട്ടോ എടുത്തിട്ട് இங்கே போகும்போதே குழந்தை அழுதுட்டு அதோட குழந்தைய அனுப்பி விட்டுட்டு അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഷൂ ഒക്കെ ഷൂ ശരി അടിപൊളിയല്ലേ? എങ്ങനെയാണ് സിജോ? റിജോ സിജോ സിജോ ആ പേടിച്ചു പോയി. ഷൂ ഒക്കെ എടുത്തില്ലേ? ഷൂ മൈഡോ ഷൂ ഒക്കെ തീർക്കുകയാണ് എല്ലാവരും. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇതാ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും വരിക, അടിച്ചു പൊളിക്കുക. പിന്നെ ഈ ക്ലൈമറ്റിൽ വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. നല്ല കോട മഞ്ഞാണ് കേട്ടോ, മഴയും മഞ്ഞും അടിപൊളി. ഇനി ഒരു വേനൽക്കാലത്ത് വരണം, അപ്പോഴും നമുക്ക് കുറച്ചുകൂടെ വ്യൂസ് കിട്ടും. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജും കണ്ടിട്ട് അങ്ങനെ പോവുകയാണ്. ചെറിയ ചാറ്റൽ മഴയാണ് കേട്ടോ, അതെല്ലാം നനയാന്ന് കരുതിയിട്ട് അങ്ങനെ പോവുകയാണ്. ഇതാ പോവുകയാണ് രണ്ടുപേരും. അപ്പോൾ ഇനി അടുത്ത് എങ്ങോട്ടാ പോകുന്നത്? കിഡ്സ് ബോട്ടിങ്. നമ്മുടെ സിജയ്ക്കും റിജയ്ക്കും മാത്രമായിട്ട് കിഡ്സ് ബോട്ടിങ്. താഴെ വീട് സിജ, താഴെ വീട്. അത് വീട് സ്ലിപ്പാണോ ചെമ്മി? ഇറക്കവനെ. അത് വീഴോന്ന്. വീട് സിജോ, ഇറങ്ങ്. വീണില്ലേ? വീഴണ്ട. ഗുഡ് ബോയ്. അങ്ങനെ നല്ല വൈവാണ് കേട്ടോ. തണുപ്പാണ്, തണുപ്പ് മഞ്ഞ് അറിയാ, പറയേണ്ട ആവശ്യമില്ല. കാണും നല്ല മഴ പെയ്താൽ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ്, നമ്മളിപ്പോ വന്നാൽ നമുക്ക് ഈ ഇത് എൻജോയ് ചെയ്യാം. അതേപോലെ മഴയും മഞ്ഞും ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാം കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡ് റിജോ, ഇതിൽ വരാൻ പോകുമ്പോൾ ചെറിയ കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മീനുണ്ട്. വാഴയുണ്ടോ? മീനുണ്ടോ? ആ കുഴപ്പമില്ല, പറഞ്ഞു. അതൊന്നും ചെയ്യില്ല. കാലൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റജോ അപ്പൊ അങ്ങനെ വീഴാതെ. ഇനി മഴ മാറുമെന്ന് തോന്നുന്നു കേട്ടോ. അതിന് ഇത് വേണം മണേ, എക്സ്പീരിയൻസ് ഇല്ലാത്ത കയറ്റത്തില്ലെന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട്. അങ്ങനെ
ഇപ്പൊ ദാ ഈ മഞ്ഞും മഴയൊക്കെ ആസ്വദിച്ച് ഇത്ര നല്ല തിരക്കാണ് കേട്ടോ ഇങ്ങോട്ട്. ഇനിയിപ്പോ ക്ലോസ് ചെയ്യും കേട്ടോ. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി നല്ല ആൾക്കാരുണ്ടല്ലോ. തിരക്കാണ്, ഒത്തിരി പേരുണ്ട്. അടിപൊളി. ഈ തണുപ്പത്തിൽ ഒരു ഐസ്ക്രീം കുടിക്കാൻ തോന്നുന്നു. മഴ, തണുപ്പ്, മഞ്ഞ്. ഐസ്ക്രീം ഇപ്പൊ അവർ ചോദിക്കും പിള്ളേര്. ഇവിടെയാണ് ഐസ്ക്രീം ഡാം ന്യൂ ജനറേഷൻ പാൻറ് നനയത്തില്ല. ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത് കേട്ടോ അവിടെ. ടിക്കറ്റ് ക്ലോസ് ചെയ്ത് അവിടെ ക്ലോസ് ചെയ്താ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അകത്ത് കയറിക്ക് തന്നെ, അതിന്റെ മുകളിൽ അതിനകത്ത് കയറിക്ക്, അവിടെ കയറി വാ. മഴ നനയാ. അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാം. ഞങ്ങൾ ഐസ്ക്രീം കുടിക്കാൻ മതി. എന്തായാലും കാണുമ്പോൾ മഞ്ഞും കൊണ്ടു എന്തായാലും ഐസ്ക്രീം കുടിക്കാം. ഓക്കെ കേട്ടോ. ഏത് വേണം? അവിടെ വെച്ച് നനയായിരുന്നു കേട്ടല്ലോ. ആ ഓക്കെ. എൻ്റെ ഫാഷൻ ഫ്രൂട്ട്. താങ്ക് യു സോ മച്ച്. കൊള്ളാമല്ലേ? ഒരു പുളിയുണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ. മഴ കഴിഞ്ഞാലേ പറ്റുമെന്ന് പറയുന്നത് പിള്ളേർക്ക് വേണ്ടി. എനിക്കൊരു പക്ഷെ മഴ ഇല്ല. മഴ ഇല്ലെങ്കിൽ കിഡ്സ് പൂള് ശാലോ എന്ന് പറയുന്നുണ്ട്. സന്തോഷം കണ്ടില്ല സജാര്. എനിക്ക് പോനെ ചോദിച്ചിട്ടാണ്. കുട്ടികൾക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴയും മഞ്ഞും എല്ലാം കൂടി ആയപ്പോഴേക്കും അവരിപ്പോൾ സ്റ്റാഫ് അവിടെ പറയുക ഇപ്പോൾ വരാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുട്ടികളും സംഘടിപ്പിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പല പല ആക്ടിവിറ്റീസൊക്കെ പോകും. എല്ലാം മഴയും മഞ്ഞും കാരണം അവിടെ അങ്ങനെ മിന്നൽ രക്ഷാ കോച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. മഞ്ഞിൽ വലുത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതൊരു ആക്ടിവിറ്റീസാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മഴ. അങ്ങനെ കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡൊക്കെ ഉണ്ട്. പക്ഷേ മഞ്ഞും മഴയും ഉണ്ട്. ആ ഇത് 5 years കേട്ടോ. കുഴപ്പമില്ല. ഇങ്ങനെ കിഡ്സ് ബോട്ടിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാനപ്പോൾ മഴ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയ ചേച്ചി. താങ്ക് യു സോ മച്ച്. കിഡ്സ് ബോട്ടിൻ്റെ സന്തോഷം. മഴ നനഞ്ഞാലും കുഴപ്പമില്ല. പിള്ളേർ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എവിടെ ഡാൻസ് കളിക്കാം നോക്കട്ടെ. ഏതായാലും മഴ, ജലദോഷം, ഐസ്ക്രീം എല്ലാം സെറ്റാണ്. മഞ്ഞാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. 2 പാട്ട് കളിക്കണം. ഞാൻ എന്നിട്ട്
അവർക്കുള്ള ലൈഫ് ജാക്കറ്റ് ഒക്കെ എടുക്കുന്ന ആൻറ്റി പേരെന്തോന്നാ? വനിത. വനിത. വനിത വനിത. എൻ്റെ അമ്മയുടെ പേര് വനിത തന്നെ. പേര് മാറ്റിയതാ. ആ വസന്തയാക്കി പിന്നീട്. അങ്ങനെ അവിടെ ഹാപ്പി നോക്കട്ടെ നമ്മൾ സന്തോഷമായിട്ട്. അടി മേടിച്ച് വേണം കേട്ടോ അത്. ഷൂരിക്ക ഷോക്സ് അതിനകത്ത് വെച്ചോ, ഷൂവിനകത്ത് വെച്ചോ. കയറ്റി ഇറക്ക്. ആ അങ്ങനെ തന്നെ കറക്ക്. സ്പീഡ് കറക്ക്. രണ്ട് ഇറക്ക്. അങ്ങനെ തന്നെ മാർക്ക്. ഇങ്ങനെ അങ്ങനെ കറക്ക്. സ്പീഡ് കറക്ക്. പോ. അങ്ങനെ തന്നെ പോളി. അങ്ങ് ടിക്കറ്റ് സ്പീഡ്. രണ്ട് കൈ കറക്ക് സുജ. രണ്ട് കൈ കറക്ക്. ഇപ്പം കൊടുത്തു തുടങ്ങി. രണ്ട് കൈ കറക്ക് മോനെ, വലത് കൈ. അങ്ങനെ തന്നെ റിജ കറക്ക്. രണ്ട് കൈ ഉണ്ട്. രണ്ട് കൈ കറക്ക്. ബാക്കിലോട്ട് പോകാൻ റിവേഴ്സ് കറക്ക്. തിരിച്ചെടുക്ക്. ബാക്കിലോട്ട് റിവേഴ്സ് കറക്ക്. ശ്രീജ സ്പീഡില്ല റിജയ്ക്ക്. സ്പീഡ് ഇറക്ക്. അങ്ങനെ സ്പീഡ് ഇറക്ക്. കറക്ക്. വളച്ചു കൊടുക്ക്. 10 മിനിറ്റ്. ഓക്കെ. സ്പീഡാക്കിയാൽ 10 മിനിറ്റ് ഷൂട്ട് ചെയ്യാം. 10 മിനിറ്റ് സമയമാണ്. 100 രൂപ ടിക്കറ്റാണ്. ഞങ്ങൾ നമ്മൾ സന്തോഷിക്കുമ്പോൾ അവർ സന്തോഷിക്കട്ടെ. ബാക്കിലോട്ട് ചാരി അവിടെ കാലിനിട്ടിക്ക. സിജോ കാണുന്നു കുട്ടികളൊക്കെ. അടുത്ത സെക്ഷൻ അവരാണ്. അങ്ങനെ തന്നെ വളയ്ക്കാൻ വേണ്ടി ഒരു സൈഡ്. അങ്ങനെ തന്നെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. കാണാൻ പറ്റില്ല. അടുത്ത ആൾ പോകുമ്പോൾ ഞാൻ കാണിക്കാം. ഞാൻ സിപ്പ് ലൈനിൽ പോയപ്പോൾ എനിക്കത് തോന്നുന്നു. ആള് ഒത്തിരി. അടുത്ത പ്രാവശ്യം നോക്കാം. തിരിച്ചെങ്ങനെ വരും നമ്മള്? തിരിച്ചെങ്ങനെ വരുമോ? അതാണ്. സ്പീഡ് കിടക്ക്. സമയമില്ല. വേഗം കിടക്ക്. ഓ രണ്ട് ഒരുമിച്ച് കിടക്ക്. രണ്ട് ഒരുമിച്ച് സെയിം ടൈം. അങ്ങനെ ഒരുമിച്ച് അങ്ങനെയാണ്. കമാൺ എന്നോട് പറ്റും. ഇത് കിടക്ക്. രണ്ടായിട്ട് കിടക്കും പിന്നെ പറ്റുമോ? നിസ്സാരം. പോട്ട്.
അപ്പോൾ അങ്ങനെ കുട്ടികളെ അടിച്ചു പൊളിച്ച് അടിച്ചു പൊളിച്ചു. ഹായ് ഗൈസ്. മഴ മഞ്ഞ് എല്ലാം ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചു. കുട്ടികളെ അടിച്ചു പൊളിച്ചു ഗൈസ്. പറഞ്ഞോ, അവരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. സിപ്പ് ലൈനിലൊക്കെ എല്ലാവരും പോകുന്നുണ്ടോ അങ്ങോട്ടൊക്കെ? മതിയാക്കാം. തൊപ്പി വെച്ചു തല തോർത്തുണ്ടല്ലോ അവിടെ. തോർത്തൊക്കെ നമ്മൾ വണ്ടി അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിസാരം പറ്റും സുജ, പറ്റും നിസാരം സുജ, പറ്റും പറ്റും സുജ, സുജ രണ്ട് സുജ പറ്റും, നിന്നെ പറ്റും പറ്റും പറ്റും. ആ മത്സരം കമോൺ, ലാസ്റ്റ് രണ്ട് കിടക്ക്, ഫ്രണ്ട് ഒരുമിച്ച് അങ്ങനെ one more. അയ്യോ one more, കമോൺ തള്ളി വിട് ഓട്. അമ്മേ നമുക്ക് പൂൾ ഉണ്ടാക്കിയില്ല വീട്ടി. തളന്ന് സുജ കറക്ക്. അങ്ങനെ പ്ലാസ്റ്റിക് ഫൈബർ തന്നെ ചെയ്യത്തില്ല. മതിയാക്കാൻ പറഞ്ഞു. എല്ലാം വാങ്ങിക്കും, ഓൺലൈനിൽ വാങ്ങിക്കാം. നല്ല വഴി തോട്ടിക്ക് പോവാ. മതിയാക്കാമോ? അവരെ സിപ്പ് ലൈൻ ഇവിടെ കൊണ്ടുവിടുന്നത്. സിപ്പ് ലൈൻ ചെയ്യുന്നവരെയൊക്കെ ഇതിലെ സിപ്പ് ലൈൻ ചെയ്യുന്നവരെ തിരിച്ച് ആ ജീപ്പിലാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അവിടെ നിന്നും തിരിച്ചങ്ങനെ കൊണ്ടുവരും. അവിടെയൊക്കെ ഒത്തിരി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫോട്ടോസൊക്കെ. പാടി തകർത്ത മഴ നനഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ ഫുള്ള്. സത്യം പറഞ്ഞു ഒരു രക്ഷയില്ല. എന്നാലും മഴയും സമയമായത് കാരണം ഞങ്ങൾ സമയത്തിന്റെ കൂടെ നമ്മൾ നോക്കണമല്ലോ. 10 മിനിറ്റേ ഉള്ളൂ സമയം. ഓക്കെ, അവൻ നോക്കുന്നത് തിരിച്ചു വന്നു. മതിയായി, സിജയ്ക്ക് മതിയായില്ല. അത് പൈസ 100 റെസ്റ്റ് എടുക്കേണ്ടി വരും വീണ്ടും 10 മിനിറ്റിന്. സിജ അങ്ങനെ കറക്ക് വാ പറ്റും നിസ്സാരം. പിടിച്ചേ സെറ്റല്ലേ സുജ? എങ്ങനെയുണ്ട് സെറ്റല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളിന്ന് പറ, പറഞ്ഞേ. എവിടെ നോട്ട് ഷൂ ഒക്കെ എടുത്തിട്ട് അപ്പൊ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ തിരിച്ച് മഴയും മഞ്ഞും കുറയുന്നില്ല. ഇനിതാ അങ്ങോട്ട് പോകുന്ന കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. മഴയും മഞ്ഞും അടിപൊളി. ഒന്നും എടുക്കുന്നില്ല മോനെ, മഴ കാരണമല്ലേ? വെറുതെ ഇട്ടിരിക്കത്. ഓൻ ജസ്റ്റ് നിർത്തിക്കാം. അവിടെ കയറിക്കാം അവിടെ ബാക്കിൽ.
അവരെ വിളിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഴയത്ത് ഓടി പോവുക. അടുത്ത ആളോടിയിരുന്ന് വീടല്ലേ പഠിക്കുക. കമാൺ ജെയിൻ സ്വിങ് എക്സ്. എല്ലാം മഴ കാരണം നല്ല വെള്ളം തന്നെ ഇവിടെയൊക്കെ. ആ മഞ്ഞ് കൂടിയിരിക്കുന്ന ഗൈസ്. ഒരു രക്ഷയില്ല. മഞ്ഞ് പോകുന്നുണ്ടോ? കാറ്റടിച്ചപ്പോഴേക്കും മഞ്ഞ് മൊത്തം പറന്നു പോകുന്നു. ഇതാ ഞങ്ങൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിലെടുത്തിട്ട്. മഴ മാറി, കാറ്റ് വീശിയപ്പോൾ വേണ്ട നല്ല മഞ്ഞ് പോകുന്ന വേണ്ട പറന്ന്. ഇവിടെ വണ്ടി കാറ് വരുന്നു. ഇവിടെ പോ. സാൻഡ്വിച്ച് വെക്കലോ? ഷവർമ വാങ്ങിക്കണോ? ഷവർമ എത്ര? ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങിക്കും. പിന്നെ ഇതാ ഇവിടെ സാൻഡ്വിച്ച്, പിന്നെ ഇതാ ഉഴുന്നുവട, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ, അടിപൊളി ഫുഡാണ്. സാൻഡ്വിച്ച് മതിയേ? മതി, 4. പിന്നെ സാൻഡ്വിച്ചാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടിരുന്നു കേട്ടോ. ഫുഡ് നല്ല ഫ്രഷായിരുന്നു. പിന്നെ എന്തായാലും ഇവിടുന്ന് വാങ്ങിക്കുന്ന ഫുഡുകൾ അങ്ങനെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ 4 സാൻഡ്വിച്ച് വാങ്ങിച്ചു. അത് ഞങ്ങൾ പോകുമ്പോൾ കാറിലിരുന്ന് കഴിച്ചിട്ട് പോയി കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ സാൻഡ്വിച്ച് വാങ്ങിച്ചു. ഇതാ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട്
പതുക്കെ പതുക്കെ നടന്നു പോവുകയാണ്. സുജ വാ, റിജ അതാ ഞങ്ങളിതാ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. കണ്ടില്ലേ എന്ത് മഞ്ഞൊക്കെ. അടിച്ചു പൊളിച്ചാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാട്ടം തന്നെ. സുജ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ ചാടും. അപ്പൊ അതാ നല്ല മഞ്ഞ് കേട്ടോ. എവിടെ പോയി? സുജയെ കാണാനില്ല. സുജയെ കണ്ടു കിട്ടിയിരിക്കുന്നു. കണ്ടുപിടിച്ചേ. അപ്പൊ അതാ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പം ഞങ്ങളിതാ ഇനി തിരിക്കുകയാണ് കേട്ടോ. ഇനി ഈ ക്ലൈമാറ്റിലെ വീഡിയോയും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത സീസൺ വരാം. ഓക്കെ, നമുക്ക് ഇനി ഒരു ദിവസം വേനൽക്കാലത്ത് വന്ന് ഇതേപോലെ ഇവിടെയുള്ള അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഹായ് ഗൈസ്. അപ്പം ഞങ്ങളിവിടെ വാഗമണില് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു. പിന്നെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കൂടുതൽ വ്യൂസ് കാണാൻ പറ്റൂല, എങ്കിലും ഇതുപോലത്തെ മഞ്ഞൊക്കെ കാണുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. നല്ല മഞ്ഞാണ്, നല്ല മഞ്ഞ്. നമുക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരെ കാണാൻ പോലും കൂടുതലായിട്ട് പറ്റൂല, അങ്ങനത്തെ മഞ്ഞാണ് കേട്ടോ ചുറ്റിലും. പിന്നെ അടിപൊളിയാണ്, നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ ക്ലൈമാറ്റിൽ ഇപ്പോൾ ഇത് വന്ന് കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഇതേപോലെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്നും. അത്രയ്ക്ക് മഞ്ഞ, അടിപൊളി. ഇതുപോലത്തെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേനൽക്കാലത്ത് വന്നിട്ട് നമുക്ക് വന്ന കുറച്ച് വ്യൂസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതുപോലത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഈ ക്ലൈമറ്റിൽ വന്ന് എൻജോയ് ചെയ്താലേ പറ്റുള്ളൂ, കാണാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയാണ്. മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ബൈ.